എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഫ്ലവർ ക്യാപിറ്റലായിരിക്കും കാണിക്കുക. അവിടെ നമ്മുടെ ഉസോപ്പ് ആണെങ്കിൽ അവിടെ തെക്കും വടക്കും നടക്കുന്ന ജനങ്ങളെ അങ്ങനെ സ്കാൻ ചെയ്യും. ആരുടെയൊക്കെ കാലിൽ ആ ഒരു ചന്ദ്രന്റെ സിമ്പൽ ഉണ്ട്, ആരൊക്കെ പച്ച കുത്തിയിട്ടുണ്ട് എന്നവൻ കക്ഷമായിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ ആ ഗ്രാമം മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ അല്പനേരം മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് കാലിൽ പച്ച കുത്തിയ ഒരാളെ അവന് കണ്ടു കിട്ടുക. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഓടി വന്ന് ആളെ ഹഗ് ചെയ്യും. ഓ നോ, നിനക്കെന്നെ ഓർമ്മയില്ലേ, ഇത് ഞാനാണ്, നിന്റെ സ്വന്തം ഫ്രണ്ട് ഉസോപ്പ്. നമ്മൾ ചെറുപ്പത്തിൽ തിക് ഫ്രണ്ട്സ് ആയിരുന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ എന്തൊക്കെയോ കാലിൽ പച്ച കുത്തിയ ആളോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ആ ഒരു നോട്ടീസ് അവൻ നൈസായിട്ട് ഇപ്പോൾ ആളുടെ കയ്യിൽ വെച്ച് കൊടുത്ത് അവിടുന്ന് കടന്നു കളയാണ്. അവനാണെങ്കിൽ ആ നോട്ടീസ് ഓപ്പൺ ചെയ്ത് നോക്കി അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അതേസമയം ഇവിടെ ഉസോപ്പും ഫ്രാങ്കിയും നാമിയും അവരെല്ലാവരും ഇപ്പോൾ ഒരു നദിയുടെ തീരത്തേക്ക് വന്ന് ചെറിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും മിഷൻസ് അത് കറക്റ്റായിട്ട് പോകുന്നില്ലേ എന്ന് അവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചോദിച്ച് ഉറപ്പുവരുത്തും. ഉസോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരോട് പറയും, ഷുട്ടന്മാരും എന്ന് പേരുള്ള ഒരു വലിയ കള്ളന്മാരുടെ നേതാവുണ്ട്, അവന് ഭയങ്കര പവറാണ്, അവന് നമ്മുടെ കൂടെ കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയായിരിക്കും. ഫ്രാങ്ക് പറയും, ഞാൻ ആ കാർപ്പൻ്ററിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ബ്ലൂ പ്രിൻ്റ് അടിച്ചു മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ആള് വളരെ സ്റ്റബേൺ, കുറെ കൂടെ ബുദ്ധിപരമായിട്ട് ആളോട് ഇടപഴകിയെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലൂ പ്രിൻ്റ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. റോബിൻ ആണെങ്കിൽ അവളുടെ മിഷനിൽ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ഉസോപ്പ് പറഞ്ഞ ആ ഷൊട്ടൻ മാരുവിനെ കുറിച്ച് കിൻ ആണെങ്കിൽ വളരെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അവനിപ്പോൾ ഒരു കള്ളക്കൂട്ടത്തിൻ്റെ ക്യാപ്റ്റൻ ആണെന്നും ഈ ലോകത്തിലുള്ള എല്ലാ സാമുറൈസിനെ കഴിഞ്ഞും ഏറ്റവും പവർ അവനാണെന്നും കിൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ വേസ്റ്റ് ഐലാൻഡ് കാണിക്കും. അവിടെയുള്ളവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് കിട്ടിയ ഫ്രഷ് ഫുഡുകൾ അതങ്ങനെ തെരുവിലിരുന്ന് പബ്ലിക്കായിട്ട് തിന്നുകയാണ്. ആ ഫ്രഷ് ഫുഡ് അത് കാണേണ്ട താമസം അവിടേക്ക് ഇപ്പോൾ വലിയൊരു കള്ളക്കൂട്ടങ്ങൾ ഓടി അടുക്കുകയാണ്. ആ കള്ളക്കൂട്ടത്തെ കാണേണ്ട താമസം ജനങ്ങളെല്ലാം ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കും. കാരണം അവരെന്തായാലും ഈ ഫുഡെല്ലാം തന്നെ അടിച്ചു മാറ്റുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്ന ആ ഷുട്ടന്മാരും അവന്റെ ടീമുമാണ്. അവരാണെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ പാഞ്ഞടുക്കാണ്. ജനങ്ങൾക്ക് നന്നായിട്ട് ഷുട്ടന്മാരുവിനെ കുറിച്ചും അവന്റെ അസിസ്റ്റൻസിനെ കുറിച്ചും അറിയാം. ആ ഫുട്ടന്മാരുടെ ആൾക്കാരാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ പിടിച്ചു വാങ്ങുകയാണ്. ഒരു ലേഡി ആണെങ്കിൽ അതിലൊരുത്തിനോട് ബെഗ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ആ ഫുഡ് ഞങ്ങൾക്ക് തിരികെ തരണം. വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊരല്പം ഫുഡ് രുചിയായിട്ട് കഴിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഇതുപോലുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡാണെന്ന് പറഞ്ഞ് അവളങ്ങനെ കെഞ്ചും. അതിനവനാണെങ്കിൽ അവൻ്റെ കാല് മടക്കി വമ്പം ഫോഴ്സിൽ അവളെ ചവിട്ടി തെറിപ്പിക്കും. ആ ഷൊട്ടന്മാരുമാണെങ്കിൽ ഇപ്പം അങ്ങനെ നടന്നു വരും. അവൻ്റെ തൊട്ട് മുൻപിൽ ഒരു ഗ്രാൻഡ്മ, അവരാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അവനാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും, മര്യാദയ്ക്ക് ഇവിടുന്ന് കടന്നു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവൻ്റെ സ്ക്വാഡൊക്കെ വെച്ച് അവരെ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ അപ്പോഴും പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കൊടുക്കാതെ കണ്ണുകളൊക്കെ അടച്ച് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം ആ ഗ്രാൻഡ്മ പറയും, എനിക്ക് ക്വീൻ പറഞ്ഞതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ രാജ്യത്തെ സേവ് ചെയ്യാനായിട്ട് ആ 12 സാമുറൈസ് അവരിവിടേക്ക് തീർച്ചയായിട്ടും വരുന്നു പറഞ്ഞ് ആ ഗ്രാൻഡ്മയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കും. ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങൾ എന്തായി പറയണേ, ഓടൻ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, ആളുടെ നേതൃത്വത്തിൽ മാത്രമേ വലിയൊരു യുദ്ധം അത് നടക്കാൻ പോകുന്നുള്ളൂ, ആളില്ലെങ്കിൽ എനിക്ക് ആരും വരാനും പോകുന്നില്ല, യുദ്ധം ചെയ്യാനും പോകുന്നില്ല, നിങ്ങളുടെ നില അത് മെച്ചപ്പെടാനും പോകുന്നില്ല. അവനങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന അതേ സമയം വലിയൊരു മുതല അവിടേക്ക് കടന്നു വരികയാണ്. ആ മുതലയുടെ മുകളിലായിട്ട് മറ്റാരുമല്ല, സാക്ഷാൽ ആ ജാക്ക് വില്ലൻ. ജാക്ക് ആണെങ്കിൽ ഇപ്പൊ ഷുട്ടന്മാരോട് ചോദിക്കും, ആ സ്ട്രോഹാറ്റ് ലൂഫി അവൻ ഈ ഐലാൻഡിലേക്ക് എത്തിയെന്ന് ഞാൻ അറിഞ്ഞു, നിനക്ക് അവനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അതിന് ഷുട്ടന്മാരുമാണെങ്കിൽ എനിക്കറിയില്ല എന്ന് മറുപടി പറയും. ഉടനെ ജാക്ക് ആണെങ്കിൽ ഇപ്പൊ ഷുട്ടന്മാരുവെ കളിയാക്കാനായിട്ട് തുടങ്ങും. അതിൽ ട്രിഗർ ആയിട്ടുള്ള ഷുട്ടന്മാരു ഇപ്പൊ ജാക്കിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ നേർക്ക് പാഞ്ഞടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. കാരണം ഐലാൻഡിലേക്ക് ലൂഫിയാൻ ടീം എത്തിയ കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞു. ലൂഫി മാത്രമല്ല, ലൂഫിയോടൊപ്പം ട്രഫാൽഗർലോയും എത്തിയെന്ന് അവന് നന്നായിട്ട് അറിയാം. അവനാണെങ്കിൽ ടെൻസ്ഡായി വലിയൊരു അണ്ടാവില് അങ്ങനെ ആൽക്കഹോൾ കുടിക്കുകയാണ്. അത് തീർന്നതിന് ശേഷം അതങ്ങനെ വലിച്ച് അവന്റെ സബോർഡിനേറ്റ്സിന് നേരെ എറിയും. സബോർഡിനേറ്റ്സിനാണെങ്കിൽ നന്നായിട്ട് പേടി തോന്നും. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൈഡോ ടെൻസ്ഡായിട്ട് കാണുന്നത്. കൈഡോ ദേഷ്യപ്പെട്ട് പറയും, ഇപ്പം നടക്കുന്ന ഒന്നും തന്നെ ശരിയല്ല, എല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ചാടി എഴുന്നേറ്റ് ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, എത്രയും
വേഗം അവനെ ഇവിടെ പിടിച്ചുകൊണ്ട് വരണം. അതിന് അവരാണെങ്കിൽ ടെൻഷനായിട്ട് ആരെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത് ചോദിക്കും. അതിന് കലിയിളകി അവനാണെങ്കിൽ അവരെ രണ്ടുപേരെ തല്ലിക്കൊല്ലും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഷുട്ടന്മാരെയും ജാക്കിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ പരസ്പരം നോക്കി ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഷുട്ടന്മാരുമാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കില്ല. അവനങ്ങനെ എടുത്ത് ചാടി വന്ന് ജാക്കിന്റെ ദേഹത്ത് ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടിൽ തന്നെ ജാക്കിന്റെ കഥ കഴിഞ്ഞ് അവൻ താഴേക്ക് വീഴും. പക്ഷെ അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാറ്റ് പോയെന്ന് കരുതിയ ജാക്കാണെങ്കിൽ വീണ്ടും ചാടി എഴുന്നേറ്റ് ഉഷാറായിട്ട് ഇപ്പൊ അവന്റെ നേർക്ക് വരും. പിന്നീട് രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവരുടെ ഫൈറ്റ് കണ്ട് ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും പേടിച്ച് ദൂരേക്ക് പോവാണ്. കാരണം അവരുടെ ഓരോ അറ്റാക്കിലും ഒരുപാട് പവറും വലിയ വലിയ നാശനഷ്ടങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ പെട്ടുപോയ അവർക്ക് പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടും. ഫൈറ്റിന്റെ ഇടയിൽ ആ ജാക്ക് ആണെങ്കിൽ അവന്റെ വെപ്പൻ വെച്ച് ഒരു എയർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാണ്. ഷുട്ടന്മാരൂനാണെങ്കിൽ ആ ഒരു എയർ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ജാക്ക് ആണെങ്കിൽ ഫൈറ്റ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഷുട്ടന്മാരുവിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റും. ആക്ച്വലി ഷുട്ടന്മാരുവിന് അവന്റെ മനസ്സിൽ വലിയൊരു വിഷമമുണ്ട്. ഓടൻ ആള് മരിച്ചു പോയതിനു ശേഷം അവന് ജീവിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവന്റെ ജീവിതം അവൻ അവസാനിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചുട്ടമാരുമാണെങ്കിൽ ചാടി എഴുന്നേക്കും. ആക്ച്വലി ഓടം പോയതിനു ശേഷം എന്റെ മനസ്സേ മരിച്ചതാണ്. എങ്ങനെയെങ്കിലും ജീവനും ജീവിതവും അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കാരണവശാലും നിന്റെ കൈകൊണ്ട് മരിക്കാൻ ഷുട്ടമാരുമാണെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ക്വാഡുമായി വീണ്ടും ആ ജാക്കിന് നേർക്ക് ഓടിയെടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ഇപ്പൊ നമ്മുടെ ഡ്രാഗനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും തല്ലിക്കൊന്ന് വലിച്ചു കീറി ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിട്ടിരിക്കുകയാണ്. അതിനുശേഷം അവനങ്ങനെ ഒച്ചത്തിൽ നിലവിളിക്കും. അതങ്ങനെ ദേഷ്യത്തിൽ നിലവിളിക്കും തോറും അവന്റെ രൂപം അതങ്ങനെ കുറേശ്ശെ ചേഞ്ചായി അവനൊരു ഡ്രാഗണായിട്ട് മാറും. അവൻ മൊത്തത്തിലൊരു ഡ്രാഗണായി മാറി ഇപ്പൊ സ്കൈയിലേക്ക് അങ്ങനെ പറന്നു പോവാണ്. ഇവിടെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത നിമിഷം ആ വാനോക്കിന്റെ മുഴുവനായിട്ടും മേഘങ്ങൾ അങ്ങനെ ഇരുണ്ടുകൂടി മൊത്തത്തിൽ ഡാർക്കായി മാറുകയാണ്. നല്ല രീതിയിൽ തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ആ ഒരു ഐലാൻഡിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് പരിഭ്രാന്തരായി ഓരോ ഭാഗത്തേക്ക് വിന്യസിച്ചോടും. ജാക്ക്, ഷുട്ടമാരു, അതുപോലെ തന്നെ ആ ലയൺ ഹ്യൂമൻ, സ്പീഡ്, അങ്ങനെ എല്ലാവരും ഇപ്പൊ മുകളിലേക്ക് നോക്കും. അവർക്ക് മനസ്സിലാവും ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൈഡോ അവന്റെ ഡ്രാഗൺ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. അതിനർത്ഥം കൈഡോ അവനിപ്പോ വൻ കലിപ്പിലാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരും ആ കാഴ്ച കണ്ടങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടെ കിന്നിനാണെങ്കിൽ ഏകദേശം കാര്യം മനസ്സിലാവും. കൈഡോടെ ആ ഒരു മോൺസ്റ്റർ കണ്ണുകൾ അത് ആ മേഘത്തിന്റെ ഇടയിലൂടെ അങ്ങനെ പുറത്തേക്ക് കാണുകയാണ്. അത് കാണേണ്ട താമസം മൊമന്റോസ്കി ആണെങ്കിൽ പേടിച്ച് അവൻ ഡ്രാഗണായി തീരും. അടുത്ത നിമിഷം കൈഡോടെ കൈ അതങ്ങനെ താഴേക്ക് വരികയാണ്. അതിനുശേഷം കൈഡോ ആണെങ്കിൽ ഇപ്പൊ പതിയെ മുഴുവനായിട്ടും താഴേക്ക് വരികയാണ്. അവൻ ജാക്കിനെ നോക്കി നിലവിളിച്ച് പറയും, ആ പൊടി പയ്യന്മാരെ അവരെ മുഴുവനും എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എനിക്കിപ്പോൾ തന്നെ അവരെ കടിച്ചു കീറി കൊല്ലണം. ആണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഞെട്ടും. അത് കൈഡോ ആണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടറടിച്ച് അവനെ തന്നെ നോക്കും. കൈഡോ അങ്ങനെ ഫുൾ കലിപ്പിൽ ചുറ്റും നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.